നമ്മൾ വിചാരിക്കേണ്ട ആരും ചെറുതല്ല. ഇന്ന് അവർ നത്തിങ്, ബട്ട് നാളെ അവർ ബെറ്റർ ആവുന്ന സമയത്ത് ഇതൊക്കെ അവൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വഴി പോകുന്നുണ്ട്. ഇൻഹൗസ് ഒരാളുണ്ടാവുകയും നമ്മളെപ്പോലത്തെ കമ്പനികൾക്ക് അത് ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇൻഹൗസ് ഉള്ളവനെ നമ്മൾ ചെയ്യിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇൻഹൗസ് ഉള്ളൊരു ബേസിക് നോളജ് മതി, ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കും. അവരത് ചെയ്താൽ മതി, റിസൾട്ട് കിട്ടും. എന്തൊക്കെയാണ് ഗുണം? ഡെയിലി ബേസിസിൽ അവർക്ക് FB പോസ്റ്റ് പോവും, ഇൻസ്റ്റ പോസ്റ്റ് പോവും, ലിങ്ക്ഡിൻ പോസ്റ്റ് പോവും. ഇവിടെ എല്ലായിടത്തും ഒരു അനക്കം ആ കമ്പനിനെ കുറിച്ചുണ്ടാവും. 2 ഗൂഗിളിൽ പോവും, മാപ്സിൽ ഫോട്ടോസ് അപ്ഡേറ്റ് ആവും. പിന്നെ എല്ലാ എംപ്ലോയീസിനും ടാസ്ക് കൊടുക്കണം. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ അസറ്റ് അല്ലേ? എംപ്ലോയീസ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അസറ്റ് അല്ലേ? ഇമെയിൽ നമ്മുടെ അസറ്റ് അല്ലേ? ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരുത്തനെ ആ പണി ഏൽപ്പിക്കണം. അതിനാണ് ഇൻഹൗസ് വേണമെന്ന് നമ്മൾ നിർബന്ധം പറയുന്നത്. കോർഡിനേറ്റർ വേണം. ഇൻഹൗസ് ഡെവലപ്പർ അല്ല വേണ്ടത്, കോർഡിനേറ്റർ വേണം. ഈ കോർഡിനേറ്ററോട് നമ്മൾ പറയും, ഇന്ന് എന്ത് വന്നാലും 5 ഗൂഗിൾ റിവ്യൂ കിട്ടിയേ പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൊടുക്കുന്ന സർവീസ് ബെറ്റർ ആണെങ്കിൽ ദേ വിൽ ഗീവ് ഇറ്റ്. അതുവരെ ഒരു QR കോഡ് വെച്ച് കൊടുക്കുക, നിർബന്ധമായിട്ട് മേടിച്ചേ പറ്റുവാൻ ചേട്ടൻ. ഇനി കോർഡിനേറ്ററോട് നമ്മൾ പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇന്ന് പോയിരിക്കണം, സ്റ്റാറ്റസ് ഉപയോഗിക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ എംപ്ലോയീസ് അടക്കമുള്ള അവൻ്റെ ഫേസ്ബുക്ക് വഴി വരെ ഞാൻ പോസ്റ്റ് ചെയ്യും. എന്താ കാര്യം? അവൻ്റെ ഫേസ്ബുക്ക് വഴി അവൻ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? നമ്മൾ വിചാരിക്കേണ്ട ആരും ചെറുതല്ല. ഇന്ന് അവർ നത്തിങ്, ബട്ട് നാളെ അവർ ബെറ്റർ ആവുന്ന സമയത്ത് ഇതൊക്കെ അവൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വഴി പോകുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, കൊളാബ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കൊളാബ് ഉണ്ട്. ജസ്റ്റ് കൊളാബ് ചെയ്ത് അവൻ്റെ ഇതിനകത്തേക്ക് വന്നു, അതുവഴി നമ്മുടെ ഇത് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ എംപ്ലോയീസിനെ കൊണ്ട് ഒരു വീഡിയോ അയച്ചുകൂടെ? നമ്മുടെ എംപ്ലോയീസിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ ഗുണം. അവൻ വീഡിയോ ചെയ്യുമ്പോൾ അവനും അടക്കം ആ ഒരു പ്രൊമോഷൻസിലേക്ക് വരികയാണ്. അത് നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ്സ് ആണ്. അത് ഇതൊക്കെ ചെയ്യിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതിനാണ് കോർഡിനേറ്റർ വേണമെന്ന് പറഞ്ഞത്. ഒരു SEO ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം എമൗണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.